ആൾ കുടിക്കുന്നത് കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ ആളെയും കൂടി നമ്മൾ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാണാൻ മറക്കല്ലേ, ഞാൻ കാണിച്ചു തരാം. ഇവനാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ മടി. ഒരാൾ കുടിച്ചുകൊണ്ടിരിക്കട്ടെ, ഞാനതിപ്പോഴും കാണിച്ചു തരാം. കണ്ടോ, ആൾ കണ്ടോ, മൊത്തത്തിൽ മുങ്ങി കുളിച്ചൊക്കെയാ വെള്ളം കുടിക്കുന്നത്. കണ്ടോ, വെച്ച വെള്ളം എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിക്കാൻ. ആ ബിസ്ക്കറ്റിന് വേണ്ടി കുറേ വെള്ളവും ആൾ കുടിക്കുന്നുണ്ട്. നമ്മളിത് സെക്കൻഡ് ആൾ ഇതേ കൊടുക്കുകയാണ്. കണ്ടോ, വെള്ളം അതുപോലെ ഇരിപ്പുണ്ട്, കുടിച്ചിട്ടൊന്നുമില്ല. ഒരല്പം കുടിച്ച് നോക്കിയത് മാത്രമേ ഉള്ളൂ. കണ്ടോ, നമ്മൾ കുറച്ച് ഒരു പിടി ഡ്രൈ ഫുഡ് ഇട്ടപ്പം കണ്ടോ, ആളെന്ത് ഹാപ്പി ആയിട്ട് ആ ഡ്രൈ ഫുഡിന് വേണ്ടിയിട്ടെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ട്. കണ്ടോ, ഇത് രണ്ടാമത്തെ ആളാട്ടോ. ഇപ്പോഴും ആദ്യത്തെ ആൾ കണ്ടോ എഴുന്നേറ്റ് നിന്നൊക്കെ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയും, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നല്ലതല്ലേ? അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നവർക്ക് ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഡോഗ്സിന് ഈ ചൂട് സമയത്ത് അല്ലെങ്കിൽ തണുത്ത സമയങ്ങളാണെങ്കിൽ ഇവർക്ക് വെള്ളം ഒരുപാട് ശരീരത്തിൽ വേണം. അതുപോലെ എപ്പോഴും ഡോഗ്സിന് ക്ലീൻ വാട്ടേഴ്സ് കൊടുക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് ഈ സമയത്തൊക്കെ വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്ന ഡോഗ്സിനൊക്കെ നമുക്ക് കരിക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ അത് നല്ലതാണ്. എന്നുവെച്ചാൽ ശരീരം മൊത്തം തണുപ്പ്. ഡോഗ്സിന് എപ്പോഴും തണുപ്പാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ എത്ര തന്നെ തുറന്ന് വിട്ടാൽ അവർ ഈ ചെളി അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അവർ കിടക്കുന്നത്. അവർക്കതൊരു പ്രശ്നമല്ല, പക്ഷേ സ്കിൻ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ വെള്ളം ഇങ്ങനെ കൊടുത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൈരൊക്കെ കുടിക്കുന്ന ഡോഗ്സ് നമുക്ക് കൊടുത്ത് കഴിക്കുന്ന ഡോഗ്സ് ആണെങ്കിൽ അത് ഒരു കുറച്ച് ഇതുപോലെ അത്യാവശ്യം വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പാല് അതൊക്കെ കുറച്ചൊരളവിനെടുത്തിട്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൊടുത്ത് നല്ലതാണ്. ഞാൻ എൻ്റെ അഡൽട്ട് ഡോഗ്സാണ്, രണ്ടും ലാബ്രഡോർസാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ 2 times ഫീഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഡേ ടൈമിൽ ഇങ്ങനൊരു സംഭവം ഞാൻ വെള്ളത്തിന് ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി 3 times ഇവർക്ക് പുതിയ വെള്ളവും വെച്ച് കൊടുക്കാറുണ്ട് തുറന്ന് വിടുന്നതിനനുസരിച്ച്. നമുക്കിവിടെ ഇഷ്ടംപോലെ പറമ്പുള്ളതുകൊണ്ട് ഓടിയൊക്കെ വന്നാൽ ഈ ചൂടത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല, അത്ര ചൂടാണ്. പക്ഷേ എന്നാൽ പോലും ഇവരെന്ത് ചെയ്യുന്നില്ല, വെള്ളം അങ്ങനെ കുടിക്കുന്നില്ല. പിന്നെ ഫുഡൊക്കെ കുറച്ച് ലൂസി ഫുഡ്, കുറച്ച് വാട്ടർ അതിൽ ആഡ് ചെയ്തൊക്കെ കൊടുക്കാൻ നോക്കുക കേട്ടോ. ഒരു സൂപ്പ് പോലെ അങ്ങനെയൊക്കെ കൊടുത്താലും നമ്മുടെ ഡോഗ്സിന് ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് ആ ഡ്രൈ ഫുഡില്ല. പക്ഷേ കണ്ടോ, വെള്ളം വെച്ചത് പകുതിയോളം തീർന്നു, നന്നായി കുടിച്ചു. കണ്ടോ, വയറൊക്കെ വീത്തു അവിടെ ഇരിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ ആൾ ഇപ്പോഴും അവിടെ മല്ലിടലാണ്. പകുതി ബിസ്ക്കറ്റ് തീർന്നു. കണ്ടോ, വെള്ളം കുറച്ചൊക്കെ തറയിൽ പോയിട്ടുണ്ട് കേട്ടോ, കുറച്ചവർ കുടിക്കുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോസ് എല്ലാം കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് എനിക്ക് വ്യൂസും എന്താ പറയുക കുറേയൊക്കെ ലൈക്സൊക്കെ കിട്ടാറുണ്ട്. ഒരു പുതിയൊരു ആളെന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലും ഞാനും ചില ടിപ്സുകൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഡോഗ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.